ഞാൻ സിന്ധു കൃഷ്ണൻ പാപ്പനംകോടാണ് താമസിക്കുന്നത്. ഇവിടെ എൻ്റെ കൂടെ വൃദ്ധയായ അമ്മയും എൻ്റെ ഭർത്താവുമാണ് ഉള്ളത്. ഞങ്ങൾ ഈ ബയോഗ്യാസ് പ്ലാന്റ് വെച്ചിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 8 ഇയേഴ്സായി. ഇതുകൊണ്ടാണ് എൻ്റെ ചെടികളുടെ ഗ്രോ ബാഗും എൻ്റെ പച്ചക്കറി കൃഷിക്കും ബാക്കിയുള്ള കൃഷിക്കുമൊക്കെ ഭയങ്കര ഉപകാരമാണ്. അതിൻ്റെ സ്ലറി വെച്ചിട്ടാണ് ഞാനെല്ലാം ചെയ്യാറ്. പിന്നെ വേസ്റ്റ്, അടുക്കള വേസ്റ്റ് എല്ലാം അതുപോലെ തന്നെ ഇതിനകത്ത് ഇടാൻ പറ്റും. അത് കാരണം എലിയുടെ ശല്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം കൊണ്ടും ഐ എം വെരി മച്ച് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് പ്രോഡക്റ്റ്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവരെല്ലാം ഇതിൻ്റെ ഇത് സർവീസ് ചെയ്ത് തരാറുണ്ട്. ഞാൻ ഒരുപാട് പേർക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവരുമൊക്കെ വച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ നല്ലോണം സൂക്ഷിച്ചാലേ ഇത് നന്നായിട്ടിരിക്കുള്ളൂ. നമ്മളിടുന്ന വേസ്റ്റ് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ പ്രവർത്തനം. എനിക്ക് രാവിലെ റൈസ് കുക്കിങ്, ചായ ഇടാൻ, പിന്നെ വെള്ളം തിളപ്പിക്കാൻ, അങ്ങനെ എങ്ങനെയായാലും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൂടുതൽ എനിക്ക് ഗ്യാസും കിട്ടുന്നുണ്ട്. ഈ പേരയെല്ലാം ആ സ്ലറി വെച്ചിട്ടാണ് ഇത്രയും വലുതായത്. നിറയെ പേരയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒത്തിരി ഉണ്ടാവും. ചീരയ്ക്ക് സ്ലറി വളരെ ലൈലൂട്ടായിട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പൂത്തുപോകും. ബാക്കി എല്ലാ ചെടികളും, ഈ ഇരിക്കുന്ന എല്ലാ ചെടികൾക്കും നേർപ്പിച്ച് സ്ലറി ഒഴിച്ചു കൊടുക്കണം. ടൊമാറ്റോ, പാവല്, മുളക്, ഇതിനെല്ലാം. ഇത് കുറ്റി കുരുമുളക് ഇതിനും വേണം. ഇത് മറ്റേ പാഷൻ ഫ്രൂട്ട് നല്ല കാട് പോലെ വളരും. ദിവസം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ടൊമാറ്റോയ്ക്കും അത് പേരയുടെ പുതിയ തൈ, അതിൽ നിന്ന് പതി വെച്ച് എടുത്തതാണ്. അഞ്ച് ദിവസത്തിലൊരിക്കൽ ഇങ്ങനെ സ്ലറി കലക്കിയിട്ട് അതിൽ വെള്ളം ചേർത്തിട്ട് കുറേശ്ശെ എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ചീരയ്ക്ക് വേണ്ട, ബാക്കി പാവല്, ഇത് തക്കാളി, മുളക്, കറിവേപ്പ്, വാഴ. ഇത് പാവലാണ്. പാവല് പടർത്താറായി. ചെറിയ തൈയായിരുന്നു, നല്ലോണം വളർന്നിട്ടാണ്. ഈ കുറ്റി കുരുമുളകൊക്കെ നല്ലതായിട്ട് തഴച്ച് വളരാൻ ഇത് ക്യാരറ്റാണ്. എല്ലാത്തിനും, ഏത് ചെടിക്കും ഈ സ്ലറി വളരെ നല്ലതാണ്. വേറെ ഒരു രാസവളമോ ഒന്നും വേണ്ട. ഈ സ്ലറി മാത്രം മതി. വളരെ കുറച്ച് ജൈവവളം മാത്രം മതി. ബാക്കി മുഴുവൻ ഇതിൽ ഫുൾ എൻ്റെ ഈ സ്ലറി തന്നെയാണ് എൻ്റെ ചെടികളുടെയൊക്കെ രഹസ്യം. വേറെ ഒന്നും വേണ്ട. നന്നായിട്ട് ഉപയോഗിച്ച ഒരു വീട്ടമ്മയ്ക്ക് വേണ്ട എല്ലാം ഈ സ്ലറിയിൽ നിന്ന് ഒരു വീട്ടിൽ ആവശ്യമുള്ള എല്ലാ പച്ചക്കറിയും കിട്ടും. ബയോടെക് പോലത്തെ ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇറക്കിയത് എന്നെപ്പോലുള്ള വീട്ടമ്മമാരെ സംബന്ധിച്ച് എല്ലാം കൊണ്ടും ലാഭമുള്ള കാര്യമാണ്. ഒരു വിധത്തിലും ഒരു നഷ്ടമോ ഒന്നും ഉണ്ടാവാത്തതാണ്. ഇന്ത്യനൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. ഇത് വന്നതിന് ശേഷം ഗ്യാസിൻ്റെ ചിലവ് വളരെ കുറഞ്ഞു. ഇന്ത്യന് 1000 സംതിങ് ആണ്. ഒരു സാധാരണ കുടുംബത്തിന് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. ആ കണക്കിന് നോക്കുമ്പോൾ വളരെ തുച്ഛമായ രീതിയിലാണ് ഇഷ്ടം പോലെ ഗ്യാസ് കിട്ടുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഇതൊരു നല്ല പ്രോഡക്റ്റാണ്. ബയോടെക്കിന് വീട്ടമ്മമാരുടെ പേരിൽ ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു.